ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ഗം ഗണപതയേ നമ. ഓം ശ്രീമാത്രേ നമ. ഇന്ന് ദേവീ കവചത്തിലെ ശ്ലോകം 1ഉം 2ഉമാണ് ഇവിടെ പറയാൻ പോകുന്നത്. മാർക്കണ്ഡേയൻ ലോക നന്മയ്ക്കായിട്ട് ബ്രഹ്മാവിനോട് ചെയ്യുന്ന ഒരു അപേക്ഷയാണ് ഈ ശ്ലോകം. മഹാദേവന്റെ തന്നെ അനുഗ്രഹം നേടിയ മഹർഷിയാണ് മാർക്കണ്ഡേയൻ. ആ മാർക്കണ്ഡേയൻ ബ്രഹ്മാവിനോട് ബ്രഹ്മാവിൻ്റെ തന്നെ സൃഷ്ടിയായ മനുഷ്യരുടെ ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയാണ് അപേക്ഷിക്കുന്നത്. അപ്രകാരം മാർക്കണ്ഡേയൻ്റെ അപേക്ഷ പ്രകാരം മനുഷ്യരുടെ സർവ ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും രഹസ്യവും ദോഷഫലങ്ങളില്ലാത്തതുമായ ദേവീ കവചത്തെ ബ്രഹ്മാവ് മാർക്കണ്ഡേയ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ്. ശ്ലോകം 1. മാർക്കണ്ഡേയ ഉവാച യദ്ഗുഹ്യം പരമം ലോകേ സർവരക്ഷാകരം നൃണാം യന്ന കസ്യചിദാഖ്യാതം തന്മേ ബ്രൂഹി പിതാമഹ. യദ്ഗുഹ്യം പരമം ലോകേ സർവരക്ഷാകരം നൃണാം യന്ന കസ്യചിദാഖ്യാതം തന്മേ ബ്രൂഹി പിതാമഹ. യത് യാതൊന്ന്, ഗുഹ്യം രഹസ്യമായത്, സർവരക്ഷാകരം എല്ലാ രക്ഷയും നൽകുന്ന, നൃണാം ദോഷഫലങ്ങളില്ലാത്ത, യന്ന കസ്യചിദാഖ്യാതം ഇതുവരെ ആർക്കും ഉപദേശിച്ചിട്ടില്ലാത്തതും, തന്മേ ബ്രൂഹി അത് എനിക്ക് പറഞ്ഞു തന്നാലും. മാർക്കണ്ഡേയൻ പറഞ്ഞു, ഹേ പിതാമഹ, ഏറ്റവും രഹസ്യമായതും ലോകത്തിന് സർവരക്ഷയും നൽകുന്നതും ദോഷഫലങ്ങളില്ലാത്തതും ഇതുവരെ ആർക്കും ഉപദേശിച്ചിട്ടില്ലാത്തതുമായ യാതൊന്നുണ്ടോ അതിനെ എനിക്ക് ഉപദേശിച്ചു തന്നാലും. യദ്ഗുഹ്യം പരമം ലോകേ സർവരക്ഷാകരം നൃണാം യന്ന കസ്യചിദാഖ്യാതം തന്മേ ബ്രൂഹി പിതാമഹ. ശ്ലോകം 2. ബ്രഹ്മോവാച അസ്തി ഗുഹ്യതമം വിപ്ര സർവഭൂതോപകാരകം ദിവ്യാസ്തു കവചം പുണ്യം തത്ശൃണുഷ്വ മഹാമുനി. അസ്തി ഗുഹ്യതമം വിപ്ര സർവഭൂതോപകാരകം ദിവ്യാസ്തു കവചം പുണ്യം തത്ശൃണുഷ്വ മഹാമുനി. ബ്രഹ്മ ഉവാച ബ്രഹ്മാവ് പറഞ്ഞു, വിപ്ര ഹേ ബ്രാഹ്മണ, ഗുഹ്യതമം ഏറ്റവും ഗുഹ്യമായത്, അതായത് രഹസ്യമായത്, സർവഭൂതോപകാരകം എല്ലാ ജീവികൾക്കും പ്രയോജനകരമായത്, പുണ്യം പുണ്യമായത്, ദേവ്യാ കവചം ദേവിയുടെ കവചം, തു ആകട്ടെ, അസ്തി ഇവിടെ അസ്തി എന്നാൽ ഉണ്ട് എന്നാണ് അർത്ഥം, മഹാമുനി മഹർഷി ശ്രേഷ്ഠ, തത് അത്, തത്ശൃണുഷ്വ അത് കേട്ടാലും. അല്ലയോ ബ്രാഹ്മണ, ഏറ്റവും ഗുഹ്യമായതും എല്ലാ ജീവികൾക്കും പ്രയോജനകരമായതും പുണ്യവുമായ ദേവീ കവചം ഉണ്ട്, അത് അങ്ങ് കേട്ടാലും. അങ്ങനെ എല്ലാവർക്കും പ്രയോജനപ്രദമായ ആ ദേവീ കവചത്തെ ബ്രഹ്മദേവൻ മാർക്കണ്ഡേയന് ഉപദേശിക്കുകയാണ് അടുത്ത ശ്ലോകങ്ങളിലൂടെ. അസ്തി ഗുഹ്യതമം വിപ്ര സർവഭൂതോപകാരകം ദിവ്യാസ്തു കവചം പുണ്യം തശൃണുഷ്വ മഹാമുനി. ഓം ശ്രീമാത്രേ നമഃ.